ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മംഗളം പോകുന്ന വഴിക്ക് മുനിവാറ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ പോയാലോ. രണ്ട് തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നമ്മൾ കുറച്ചങ്ങ് ദൂരെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ. അപ്പം ആ വഴിയിലൂടെ നമുക്ക് കുറേ ദൂരം അങ്ങ് പോയാലാണ് അവിടെ ചെന്നെത്താൻ പറ്റുള്ളൂ. അപ്പം വണ്ടി നമ്മൾ റോട്ടിലിട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. രണ്ട് സൈഡും നമ്മളങ്ങ് പോകുന്നതിൻ്റെ ഒരു സൈഡ് കാടും ഒരു സൈഡ് തേയിലത്തോട്ടവുമാണ്. ഇവിടെയൊക്കെ നേരത്തെ പുലിയും ആനയൊക്കെ വന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ പകൽ കുഴപ്പമൊന്നുമില്ല, രാത്രിയിൽ അങ്ങനെ ആരും വരാറൊന്നുമില്ല. നമ്മളതിൽ പോകുമ്പം ബസ്സും വണ്ടിയൊക്കെ പോണത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ച് ദൂരം പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ വഴിയൊക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വർത്താനം. നമ്മളപ്പോൾ അങ്ങനെ കുറേ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളുമാണ് മുമ്പേ നടന്നു പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു കേട്ടോ. ഒരു പ്രത്യേക ഇതുവരെ കാണാത്ത ഒരു പാമ്പ്. അതിൻ്റെ തല കറുത്ത നിറവും ബാക്കി ഒരു ചുമല കളറായിട്ട്. ആദ്യം പിള്ളേർ അങ്ങ് വഴിയിലാണ് കിടന്നത്, പേടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാട്ടിക്കൂടെ അങ്ങ് നടന്ന് ചെന്ന് കഴിയുമ്പോൾ നല്ല സ്ഥലമായിട്ട് ആൾത്താമസമൊക്കെ, അവിടെ വീടൊക്കെ ആൾത്താമസമൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെടിയിൽ പൂവുണ്ടായി നിൽക്കുക, റോസ് കളറിൽ നല്ല രസമായിട്ട്. അവിടെ നിറച്ച ചെടികളായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, നല്ല രസമാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
അപ്പം നമുക്ക് ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് അത് കഴിഞ്ഞ് പോകും. മഞ്ഞ് അപ്പുറേ മലയക്കൂടെ മഞ്ഞൊക്കെ വന്ന് മഴയ്ക്കുള്ളൊരു മൂഡിലൊക്കെ ആട്ടോ. ഇച്ചിരി നേരം തെളിഞ്ഞ ഒരു സമയമായിരുന്നു അന്നേരം. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ കാണാൻ വേണ്ടി. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മാങ്കുളം ഒത്തിരി ആദ്യം വരുന്നവർ ആദ്യം ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ ആട്ടോ മാങ്കുളത്തിന് കൂടുതലും പോണത്. പിന്നെ ഫുള്ള് മാങ്കുളത്ത് കുറേ വെള്ളച്ചാട്ടങ്ങളും കാണാൻ ഒത്തിരി ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് മാങ്കുളം. അപ്പം മാങ്കുളത്തിന് ട്രിപ്പ് വരുന്നവർക്ക് ഒട്ടും അതൊരു നഷ്ടമാവില്ല. നല്ലൊരു പ്ലേസാണ് മാങ്കുളം, മുനിവാറ, മാങ്കുളം, ആനക്കുളമൊക്കെ. അപ്പം നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. കുറച്ച് നേരം നിന്നു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു അട്ട അതിലേ പോണത് കണ്ടതാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സൈസ് ഒറ്റ കളർ അട്ടയല്ല അതിൻ്റെ മേലത്തെ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഓരോ ചെടിയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടു. വലിയ മരങ്ങൾ, ഒരു മരത്തേൽ നിറച്ച് കായൊക്കെ ആയിട്ട് നിൽക്കുന്ന കാട്ടിലൊക്കെ. അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. ഇപ്പം മരത്തിൻ്റെ പൊത്തിലായിട്ട് ഒരു മരത്തേലായിട്ടൊരു പൊത്തുണ്ട്. ആ പൊത്തിലോട്ട് കല്ലെടുത്ത് എറിയാനൊക്കെ നോക്കുക പിള്ളേർ. പിള്ളേർക്ക് ഓരോ രസം. നമ്മൾ തിരിച്ച് ആ വന്ന വഴി തന്നെ നടന്ന് തിരിച്ചു പോകണം. തിരിച്ചു വരുന്ന വഴിക്കൊരു ജണ്ടായെ കയറി നിന്നിട്ട് മരത്തെ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ് മൂത്തവൻ. അതിൻ്റെ താഴെ മറ്റേ ആന വരാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവനോട് അങ്ങനെ ചെയ്യണ്ടെന്ന് പറയുവാണ്. അവിടെ ഫെൻസിങ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അവൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഒന്നിച്ച് പോകും. പിള്ളേർ ഓരോരോ കുസൃതികളൊക്കെ നമ്മൾ അവരോട് വേണ്ട ചെയ്യില്ലേന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ നിന്നൊരു കാറ്റത്ത് പറക്കുന്ന ഒരു അപ്പൂപ്പന്താടി എടുത്ത് പറപ്പിക്കുന്നതാണ്. നമ്മളങ്ങനെ കുഞ്ഞിലെയൊക്കെ ഒത്തിരി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് പോരുവാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ കേട്ടോ. മഴയ്ക്ക് മൂടിയൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോരുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ സൗണ്ട് കൊടുത്തേക്കുന്നതൊന്നും അത്ര സെറ്റല്ലെന്നറിയാം. എന്നാലും തുടക്കമായതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു പാറയുടെ മുകളിൽ കയറി ഫോട്ടോയൊക്കെ എടുത്തതാണ് കാണുന്നത്. നമ്മൾ തേയിലത്തോട്ടത്തിന് നടുവിലൊക്കെ ഇങ്ങനെ കുറേ പാറയൊക്കെ ഉണ്ട്. നടന്നും മടുത്ത് വിശ്രമമാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസ് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പോകുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.